എണീക്കാനേ മടിയുള്ളൂ. എണീറ്റ് വന്ന ഒരു സമാധാനമാണ്. 7th day of 45 minutes reading session. 6:10. സോ സെപ്റ്റംബർ 2 7 days of 20 minutes ബുക്ക് റീഡിങ്ങിലെ ഫൈനൽ ഡേ ആണെന്ന്. ഇന്നും കൂടി വായിച്ചാൽ നമ്മൾ ഈ ഒരു സീരീസിലെ ഈ ഒരു ആക്ടിവിറ്റി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ 20 minutes കഴിഞ്ഞ് നമ്മൾ ജേർണലിങ്ങും ചെയ്യുന്നുണ്ട്. ജേർണലിങ്ങും ഇന്ന് 7th day ആണ്. പക്ഷേ ഒരു ദിവസം നമ്മൾ ആഡ് ഓൺ ചെയ്തതുകൊണ്ട് തന്നെ നാളെയും കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നാളെ ഞാൻ ചെയ്യുന്നില്ല, ബിക്കോസ് നാളെ ഞാൻ വീട്ടിൽ പോവാണ്. സക്സസ്ഫുള്ളി 7 days ഓഫ് ചാലഞ്ചിലെ 2 ആക്ടിവിറ്റീസ് ചെക്കാം. 7th day ഓഫ് ജേർണലിംഗ് എഴുതി തുടങ്ങിയാലോ? ഗുഡ് മോർണിംഗ്. സമയം 6:09. എണീച്ചപ്പോൾ കുറച്ച് ഡിലേ അടിച്ചു. ഇനിയിപ്പോൾ പോയി 45 minutes ഓഫ് റീഡിങ് സെഷനും കൂടി ചെയ്യാം. 45 minutes ഓഫ് റീഡിങ് സെഷനിലെ 8th day ആണ് ആക്ച്വലി. വേക്കിംഗ് അപ്പ് ഏർലി at 5:30, പക്ഷെ ഒരു 20 minutes ഡിലേ ആയി. വേക്കിംഗ് അപ്പ് ഏർലിൻ്റെ 7th day കൂടിയാണ്. സോ യാ, completing the challenge. സോ 7 day ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയണില്ല. 1 day ബ്രേക്ക് എടുത്തിട്ട് 1 day ആഡ് ഓൺ ഒക്കെ ചെയ്തിട്ടാണ് 7 day കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. കുറേ അധികം തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. വീഡിയോസ് എടുക്കാൻ മറന്നു പോകാറുണ്ട്. എഡിറ്റിംഗ് ചിലപ്പോൾ ശരിയാവുണ്ടാവില്ല. ബിഗിനിങ് ആണ്. ബെറ്റർ ആവാൻ ഞാനും ശ്രമിക്കാം. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും എന്തൊക്കെ ബെറ്റർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ഇനി മുന്നോട്ട് ചെയ്താൽ കൊള്ളാൻ തന്നെയാണ് ആഗ്രഹം. നിങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇങ്ങനെ കാണാൻ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും എൻ്റെ കൂടെ ഹാബിറ്റ് ബിൽഡ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ലെറ്റ്സ് കണക്ട് സ്റ്റോറീസ് ആയിട്ട് ഷെയർ ചെയ്ത് ലെറ്റ്സ് ബിൽഡ് ഹാബിറ്റ് ടുഗെദർ. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ആദ്യത്തെ സീരീസിൽ ആദ്യമായിട്ടൊരു യൂട്യൂബ് ജേർണിയിൽ കുറച്ചധികം നല്ല വ്യൂസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.